എൻ്റെ പേര് ജോമ സിറിൽ. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്തത് 17/4/2024 ഇതെൻ്റെ ഹസ്ബൻഡാണ്, സിറിൽ സിറിയാക്. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മോൻ എഡ്വിൻ സിറിൽ, അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയ മോള് ഇവാന മരിയ സിറിൽ, അവൾ UKGയിലാണ് പഠിക്കുന്നത്. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതൊരിക്കലും നിൻ്റെ നാശത്തിനുള്ളതല്ല, നിൻ്റെ ക്ഷേമത്തിനുള്ളതാണ്. ജെറമിയ 29:1 നമ്മളോട് വചനം സംസാരിക്കുന്നുണ്ട്. ഞാൻ പാരാമിലിറ്ററിയിൽ ഒരു ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. സശസ്ത്ര സീമാബൽ, ആസാമിൽ ഞാൻ പോസ്റ്റഡാണ്. 2023 നവംബർ മാസത്തിൽ ഞാൻ തേജ്പൂരിലുള്ള ഒരു ട്രെയിനിങ് സെൻറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. പുതിയതായിട്ട് വരുന്ന ട്രെയിനീസിനെ, പുതിയതായിട്ട് SSC ത്രൂ റിക്രൂട്ട് ആകുന്ന കുട്ടികളെ 1 ഇയർ ട്രെയിനിങ് കൊടുത്ത് ബോർഡറിലേക്ക് വിടുന്നത്, അവിടെ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കുന്ന ട്രെയിനറാണ് ഞാൻ. അപ്പോൾ 2023 നവംബറിലാണ് എനിക്ക് അവിടെ വെച്ച് ഭയങ്കരമായ പനിയും ചുമയും ഉണ്ടായി. അപ്പോൾ ഞാൻ ചുമയ്ക്ക് മരുന്ന് ഹോസ്പിറ്റലിൽ പോവുകയും മെഡിസിൻ മേടിക്കുകയും ആൻറ്റിബയോട്ടിക് കഴിക്കുകയും ചെയ്തു. എന്നാൽ ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടും എനിക്കെൻ്റെ ചുമയോ പനിയുടെ ക്ഷീണമോ ഒന്നും മാറുന്നില്ലായിരുന്നു. അതിനുശേഷം അവിടെ വെച്ച് ഡോക്ടർ പറഞ്ഞു, അപ്പോൾ ചെറിയൊരു ഭക്ഷണം കഴിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാൽ നമുക്ക് അൾട്രാസൗണ്ട് എടുക്കാം. അപ്പോൾ അൾട്രാസൗണ്ടും എൻഡോസ്കോപ്പിക്കും ഡോക്ടർ എഴുതി. അങ്ങനെ അൾട്രാസൗണ്ട് ചെയ്തു. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഡോക്ടർ ഒരു എൻഡോസ്കോപ്പി ചെയ്തു. എൻഡോസ്കോപ്പിയിലും അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു കുഴപ്പവുമില്ല. ഗ്യാസ് ട്രബിളിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ റിപ്പോർട്ട് ഹസ്ബൻഡിന് ഇങ്ങോട്ട് അയച്ചു കൊടുത്തു, കേരളത്തിലെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കാണിച്ച് അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നറിയാൻ. അപ്പോൾ ഇവിടുത്തെ ഡോക്ടേഴ്സും പറഞ്ഞു അതിൽ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല, കുഴപ്പമില്ല എന്നാണ്. അങ്ങനെ അതിനുശേഷം കുറച്ച് 2 മാസം കഴിഞ്ഞു. മാർച്ചൊക്കെ ആയപ്പോൾ 2023 മാർച്ചൊക്കെ ആയപ്പോൾ 2024 മാർച്ചൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കുറച്ച് കൂടി വന്നു. പക്ഷേ എനിക്ക് പനിയൊന്നും മാറുന്നുമില്ല. അപ്പോൾ ആസാമിൽ അവിടെ സാധാരണ ആ സമയത്ത് തണുപ്പൊക്കെയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞത് അലർജീൻ്റെ പ്രശ്നമാണ്, ചുമ മാറാത്തത്. പക്ഷേ എന്തോ എനിക്കൊരു സംശയമുണ്ടായിരുന്നു, ഇതെന്താണ് ഇങ്ങനെ പനി മാറാത്തത്. ഞാനൊരു ട്രെയിനറാണ്, അത്യാവശ്യം ഫിസിക്കലി ഞാൻ ഫിറ്റാണ്, രാവിലെ റണ്ണിങ് ചെയ്യുന്നു. അപ്പം ഇങ്ങനൊരു അസുഖം മാറാതിരിക്കേണ്ട കാര്യമില്ലല്ലോ, എന്താണോ എനിക്കറിയില്ല. ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ഞാൻ എന്തായാലും ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ മാർച്ചിൽ വീണ്ടും ഞാൻ ആ ഹോസ്പിറ്റലിൽ തന്നെ, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്, അവിടെ പോയി വീണ്ടും അൾട്രാസൗണ്ട് എടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഗ്യാസ്ട്രിക് വോൾ തിക്കനിങ് ആണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് വേറൊരു എൻഡോസ്കോപ്പി ചെയ്യാം. അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ബയോപ്സിക്ക് വിടണം, ഇത് വയറ്റിലെന്തോ ചെറിയൊരു ഇത് കാണിക്കുന്നുണ്ട്, അപ്പോൾ അത് ബയോപ്സിക്ക് വിടണം. അങ്ങനെ ഡോക്ടർ അത് ബയോപ്സിക്ക് വിട്ടു. ബയോപ്സിയുടെ റിസൾട്ട് എനിക്ക് കിട്ടിയത് മാർച്ച് 30 ആയിരുന്നു. ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ ആസാമിൽ, അവരവിടെയാണ് പഠിക്കുന്നത്. ഹസ്ബൻഡ് ഇവിടെ ജോലി ചെയ്യുവാണ് പാലായിൽ. അപ്പോൾ ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ബയോപ്സിയുടെ റിസൾട്ട് കയ്യിൽ കിട്ടിയപ്പം അതിൽ ക്യാൻസറാണ്, സ്റ്റൊമക് ക്യാൻസർ സ്റ്റേജ് 3. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഹസ്ബൻഡിനെ വിളിച്ചു, ക്യാൻസറാണ്, സ്റ്റേജ് 3 ആണ്, ഇനി എന്ത് ചെയ്യും എന്നൊരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് ആദ്യം കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കണം എന്നാണ് അവൾ വെച്ച് പറഞ്ഞത്. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ ലീവ് സാങ്ഷനാക്കി ഏപ്രിൽ 2 ഞാൻ ആസാമിൽ നിന്ന് കേരളത്തിലേക്ക് വരികയും ഹസ്ബൻഡ് അന്നേരം തന്നെ ഹോസ്പിറ്റലുകളിലെല്ലാം നോക്കിയിട്ട് ഏത് ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടത് എന്ന് നോക്കി വയ്ക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവരാദ്യം പറഞ്ഞത് സ്റ്റൊമക്ക് റിമൂവൽ ചെയ്യണം പൂർണ്ണമായും, കാരണം അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. കീമോ തുടങ്ങുന്നതിന് മുമ്പ് സ്റ്റൊമക്ക് റിമൂവൽ ആണ് അവരാദ്യം ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിന് സമ്മതമല്ലായിരുന്നു ആദ്യം സ്റ്റൊമക്ക് റിമൂവൽ ചെയ്യുക എന്നുള്ളത്. കാരണം ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ കീമോ സ്റ്റാർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു മനസ്സിലിങ്ങനെ കീമോ സ്റ്റാർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഹസ്ബൻഡ് പറഞ്ഞ് നമുക്ക് അവിടെ പോകണ്ട. ഞങ്ങളങ്ങനെ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ RCC പ്രിഫർ ചെയ്യുകയും ഞങ്ങൾ ട്രിവാൻഡ്രം RCCയിൽ പോവുകയും ചെയ്തു. അപ്പോൾ അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കവിടെ ബ്ലഡ് ടെസ്റ്റ് വകേരയുണ്ട്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റും അതെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി RCCയിൽ പോയപ്പം ഞാനവിടെ RCCയിൽ ഒരു ചെയറിലിരുന്നപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ എനിക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, മോൾ കൃപാസനത്തിൽ പോയിട്ടുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, പോയിട്ടില്ല. അപ്പോൾ എനിക്കൊട്ടും നടക്കാനോ അങ്ങനെ
വരാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു പോയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു മോൾ തീർച്ചയായിട്ടും അവിടെ പോയി ഒരു ഉടമ്പടി എടുക്കണം, അവിടെ പോയി ഉടമ്പടി എടുത്താൽ നമുക്ക് കീമോയൊക്കെ ഒത്തിരി ശക്തിയോടെ നമുക്കതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റും, ഒത്തിരി വിഷമമൊന്നും വരത്തില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ പത്രം മേടിക്കുകയും അതിനുശേഷം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ എന്തായാലും എനിക്ക് പോകണം. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞു നിനക്കൊട്ടും നടക്കാൻ വയ്യ, ഭക്ഷണം കഴിക്കാൻ വയ്യ, ഒത്തിരി ഞാനങ്ങ് ഡൗണാണ്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഉടമ്പടി എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, എനിക്ക് തന്നെ പോയി എനിക്ക് ഉടമ്പടി എടുക്കണം. അങ്ങനെ ഞങ്ങൾ കീമോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഏപ്രിൽ 19 കീമോ RCC സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 17-ാം തീയതി കൃപാസനത്തിൽ വരികയും എന്നെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വന്നത്. എനിക്ക് നടക്കാൻ വയ്യ, വളരെ എൻ്റെ നില വളരെ ഇതായിരുന്നു. എന്തെങ്കിലും ഞാൻ വന്ന് ഉടമ്പടി എടുത്തു, അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ ഉടമ്പടി തൈലം കൊണ്ട് വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾ പോവുകയും ഏപ്രിൽ 19-ാം തീയതി തൊട്ട് എൻ്റെ കീമോ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. 12 കീമോയുടെ സൈക്കിൾസ് ആയിരുന്നു നടന്നത്. ഒരു കീമോ സാറ്റർഡേ രാവിലെ തുടങ്ങി മൺഡേ വൈകുന്നേരം വരെ 48 അവേഴ്സിൻ്റെ കീമോസ് ആയിരുന്നു. പക്ഷേ ഞാനാണെങ്കിൽ കീമോയുടെ സമയത്ത് എപ്പോഴും ജപമാല ചൊല്ലിക്കൊണ്ടാണ് കീമോ അവിടെ RCCയിൽ ചെന്നിട്ടാണ് കീമോ എടുക്കേണ്ടത്. അപ്പം നമ്മൾ കീമോ കയറുന്ന സമയത്ത് മുഴുവൻ ഞാൻ എൻ്റെ കയ്യിൽ കൊന്തയിൽ പിടിച്ച് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. ജപമാല ചൊല്ലുമായിരുന്നു, മാതാവേ എന്നെ അങ്ങയുടെ നീല കുപ്പായത്തിൽ എന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞ്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തുമായിരുന്നു. എൻ്റെ ഏറ്റവും എനിക്ക് അത്ഭുതം തോന്നിയത് കീമോ ഇടുന്നീളം എൻ്റെ തലയിൽ ഒരു തലമുടി കൊഴിയാൻ പോലും എൻ്റെ ഈശോ സമ്മതിച്ചില്ല എന്നുള്ളത്. എൻ്റെ ഒരു തലമുടി പോലും കൊഴിഞ്ഞില്ല. അതിനുശേഷം കീമോയിൽ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ട്, ബാക്കിയുള്ളവർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് വന്നപ്പോഴും എനിക്കങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ആദ്യത്തെ കീമോയിൽ മാത്രമേ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാ കീമോയിലും എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ ഞാൻ പതിയെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. 6-ാം മാസത്തെ സ്കാനിങ്ങിന് ശേഷം ഡോക്ടർ പറഞ്ഞത് മെഡിസിൻ ഏറ്റവും നല്ലതുപോലെ പ്രവർത്തിച്ചു എന്നുള്ളത്. കാരണം എല്ലാവർക്കും മെഡിസിൻ ഒരേ തരത്തിലല്ല പ്രവർത്തിക്കുന്നത്. പക്ഷേ എനിക്ക് ഡോക്ടർ നിർദ്ദേശിച്ച മെഡിസിന് ഏറ്റവും ഇഫക്റ്റീവായിട്ട് എനിക്ക് പ്രവർത്തിച്ചു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നും രാവിലെയും എനിക്ക് എത്ര വയ്യെങ്കിലും ഞാൻ രാവിലെ എണീക്കും. ഞങ്ങൾ 2 പേരോടെയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ പതിവ് പോലെ ആ സമയത്ത് തന്നെ 5:30 സമയത്ത് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലും, തൈലം പുരട്ടി വയറ്റിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കും. പിന്നെ എവിടെയൊക്കെ എനിക്ക് വേദനയുണ്ടോ കീമോയിൽ എടുക്കുമ്പോൾ കീമോയുടെ പിക്കിലൈൻ ഇട്ടിരിക്കുന്ന കയ്യിലായിരുന്നു. അപ്പോൾ ഈ കൈ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 6 മാസം വെള്ളം നനയ്ക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ ഹസ്ബൻഡായിരുന്നു എൻ്റെ കൂടെ നിന്ന് എല്ലാം ചെയ്തു തന്നിരുന്നു. അപ്പോൾ കീമോ പിക്കിലൈൻ ഇട്ടിരിക്കുന്ന ലൈനിലും പിന്നെ എവിടെയൊക്കെ വേദനയുണ്ടോ അവിടെയൊക്കെ ഞാൻ തൈലം തട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കൊരു പേടിയില്ലായിരുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നൊരു പേടി എനിക്ക് ഒരിക്കലും തന്നിട്ടില്ല പരിശുദ്ധാത്മാവ്. ഞാനിങ്ങനെ എനിക്ക് ധൈര്യം കൂടി വരികയാണ് ചെയ്തത്. അല്ലാതെ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് കുറച്ച് ദുഃഖിക്കുകയോ, കാരണം നമ്മൾ RCCയിൽ ചെല്ലുമ്പോഴാണ് ഉണ്ടായ കുഞ്ഞുങ്ങൾ മുതൽ കയ്യിൽ പിക്കിലൈനിട്ട് കീമോയ്ക്ക് വേണ്ടി വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇത് പറ്റിയെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കത്തില്ല. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് ധൈര്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്, ഇത്രയും കുഞ്ഞുങ്ങൾക്ക് ഇത് സഹിക്കാൻ പറ്റുമെങ്കിൽ. അപ്പോൾ അന്നേരമാണ് നമുക്ക് തോന്നുന്നത് നമ്മുടെ ജോലിയോ നമ്മുടെ വസ്ത്രമോ നമുക്കുള്ള സമ്പത്തോ ഒന്നുമല്ല നമുക്ക് പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് ആ നിമിഷം നമുക്ക് RCCയിൽ ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഒരു രോഗം വന്നാൽ എല്ലാം നഷ്ടപ്പെടാവുന്നുള്ളതേ ഉള്ളൂ. നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും ഒരു രോഗം വന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല. ദൈവമല്ലാതെ വേറെ ആരെയും നമ്മെ രക്ഷിക്കാനുമില്ല. അങ്ങനെ 6-ാം മാസത്തെ കീമോ കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തു, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോഴാണ് അതിൽ ഒത്തിരി ഇഫക്റ്റീവായിട്ട് മെഡിസിൻ പ്രവർത്തിച്ചു. അതിനുശേഷം 8-ാമത്തെ കീമോ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൻറ്റിബോഡിയിൽ എന്തെങ്കിലും വേറെ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടോ എന്ന് നമുക്കൊരു ബയോപ്സി ചെയ്യാം. അങ്ങനെ ബയോപ്സി ചെയ്തു. ബയോപ്സിയുടെ ഇത് നമ്മൾ തന്നെയാണ് കൊണ്ട് കൊടുക്കുന്ന ബയോപ്സി. അപ്പോൾ ബയോപ്സിയുടെ എടുത്തപ്പോൾ ഞാൻ ആ ബോട്ടിലിനകത്ത് ഉടമ്പടി തൈലം കുരിശ് വരച്ചിട്ടാണ് ഞാൻ ബയോപ്സിക്ക് അത് അയച്ചത്. പ്രാർത്ഥിച്ചു ഒത്തിരി. എൻ്റെ കയ്യിൽ എപ്പോഴും ജപമാലയുണ്ട്, ജപമാല ഞാൻ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്തൊക്കെയായാലും അതിൽ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ അത് നെഗറ്റീവായിരുന്നു. ഭയങ്കര അത്ഭുതമായിട്ട് അത് നെഗറ്റീവ് റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഏതായാലും നമ്മൾ 12 കീമോ ചെയ്തല്ലോ, നമുക്ക് 8 കീമോ ആയി, നമുക്ക് 12 കീമോ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ 12 കീമോ കണ്ടിന്യൂ ചെയ്തു RCCയിൽ. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു നമുക്ക് ടാബ്ലറ്റിൻ്റെ ഇനി ടാബ്ലറ്റ് മതി, യൂസ് ചെയ്താൽ മതി. അങ്ങനെ എനിക്ക് ടാബ്ലറ്റ് നിർദ്ദേശിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും 18-ാം തീയതി കഴിഞ്ഞ മാസം 18-ാം തീയതി ഞങ്ങൾ 18-ാം തീയതി സ്കാൻ ചെയ്തു, CT സ്കാൻ ചെയ്തു. അതിനുശേഷം 6 സൈക്കിൾ ടാബ്ലറ്റ് ചെയ്തു. ഇപ്പോൾ CT സ്കാൻ ചെയ്തപ്പോൾ അതിൽ റിസൾട്ട് വന്നത് എൻ്റെ ക്യാൻസർ പൂർണ്ണമായിട്ടും
കൺട്രോളിലാണ്, ഒന്നും പേടിക്കാനില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഞാൻ ഡോക്ടറിനോട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ചോദിക്കും. അങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഡോക്ടർ എനിക്ക് ചെയ്ത് ഞാൻ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഞാൻ ആസാമിൽ പോയി എൻ്റെ ജോലി ജോയിൻ ചെയ്തതിന് ശേഷം 6 മാസത്തെ ലീവ് എടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉടമ്പടി 2 പ്രാവശ്യം പുതുക്കി. രണ്ടാമത് പുതുക്കിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ ലാസ്റ്റ് സ്കാനിങ്ങിന് വേണ്ടി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ എൻ്റെ ക്യാൻസർ സെൽസ് ഒന്നും അതിലില്ല. എങ്കിലും നമ്മൾ അതിലെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന രീതിയിൽ അതിൻ്റെ മരുന്ന് കഴിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ എനിക്കറിയാം എൻ്റെ ഈശോ ഒരിക്കലും അത് തിരിച്ചു വരാൻ ഇടയാക്കിയെന്ന് എനിക്കറിയാം. എൻ്റെ പേര് സിറിൽ. ഞാൻ പതിവായിട്ട് ബൈബിൾ വായിക്കുന്ന ശീലമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനം, എന്നും വായിക്കുന്നൊരു വചനം, യെശയ്യാ 43:2. അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. കൃപാസന അമ്മയ്ക്കും പരിശുദ്ധ തിരുക്കുമാരനും ഒരുപാട് നന്ദി. ഇപ്പോഴിവിടെ നിൽക്കുമ്പോഴും വൈഫിന് ഈ അസുഖത്തെക്കുറിച്ച് പൂർണ്ണമായ കാര്യങ്ങൾ ധാരണയില്ല. എൻ്റെ അനിയനും അനിയത്തിയും 2 പേരും നേഴ്സുമാരാണ്. അപ്പോൾ മാർച്ച് മാസത്തിൽ 2023 മാർച്ച് 30 ഈ റിപ്പോർട്ട് ക്യാൻസർ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട് വന്നപ്പോൾ എനിക്കത് വൈഫ് അയച്ചു തന്നു. എനിക്ക് ആ സമയത്ത് വളരെ ഡെസ്പായി പോയി. എല്ലാവരും വളരെയധികം തകർന്നു പോകുന്നൊരു നിമിഷമാണ്. അപ്പോൾ എനിക്ക് ദൈവത്തിൽ ഒരുപാട് ആശ്രയിക്കാൻ പറ്റി ആ സമയത്ത്. അപ്പോൾ ഞാനത് മറ്റുള്ളവർ ഷെയർ ചെയ്യില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ഉള്ളൊതുക്കി വയ്ക്കും. പക്ഷേ ഒരു രാത്രി സമയത്താണ് ഞാൻ ഇവിടെ അയച്ചു തന്ന റിപ്പോർട്ട്. അതിൻ്റെ മെഡിക്കൽ ടൈംസൊക്കെ വ്യത്യസ്തമാണ്. ഈ ക്യാൻസർ 20 ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന ക്യാൻസറിൽ ഏറ്റവും വൃത്തികെട്ടതായിട്ടുള്ളൊരു ക്യാൻസറാണ്. അതെനിക്ക് മനസ്സിലായത് ഞാനന്ന് രാത്രി 2 മണി 3 മണി വരെ കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ഹോസ്പിറ്റലുകളും, വൈഫ് ആസാമിലാണ്, വരുന്ന വഴി നമുക്കിവിടെ വന്ന എത്രയും പെട്ടെന്ന് സ്റ്റേജ് 3 ക്യാൻസറാണെന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ പോയി, പല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്തു ഇത് ഡേഞ്ചർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി 2 മണി 3 മണി വരെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അനിയനെ വിളിച്ചു, അനിയനെ മെസ്സേജ് ചെയ്തു, അനിയത്തിക്ക് മെസ്സേജ് ചെയ്തു. അവർ അവിടുത്തെ ഡോക്ടേഴ്സുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തു. അതിനുശേഷം പറഞ്ഞു, എന്നോട് അനിയത്തി പറഞ്ഞത് നീ മിറക്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്, മിറക്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പോൾ വൈഫിന് ടിക്കറ്റ് ചെയ്തു. 5-ാം തീയതി ഏപ്രിൽ മാസം 5-ാം തീയതി 2023 ഏപ്രിൽ മാസം 5-ാം തീയതി ഞങ്ങൾ കാരിത്താസ് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മുടെ പെറ്റ് സ്കാനിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുത്ത് വൈഫ് വരുന്നതിന് ഇപ്പുറം തന്നെ തലേദിവസം പോയി ഡോക്ടറെ കണ്ട് റിപ്പോർട്ട് കൊടുത്ത് സ്കാനിങ്ങിനുള്ള ഇതെല്ലാം ചെയ്തു. അതിനുശേഷം അതിൻ്റെ സ്ലൈഡ് വാങ്ങിച്ചുകൊണ്ട് ഞാൻ സ്റ്റൊമക് റിമൂവൽ സർജറി എനിക്ക് നേരത്തെ തന്നെ അമേരിക്കയിൽ നിന്ന് എൻ്റെ അനിയത്തി അമേരിക്കയിൽ അവിടെ ഡോക്ടറെ കാണിച്ച് സ്റ്റൊമക് റിമൂവലാണ്. സ്റ്റൊമക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിക്കവർ ആകത്തില്ല. ഏകദേശം 1 മാസത്തോളം എക്സ്റ്റേണൽ ട്യൂബിട്ട് കിടക്കണം. നേഴ്സായിട്ടുള്ള ആളുകളുടെ കെയർ വേണം. ഇതിൻ്റെ എക്സ്റ്റേണൽ ബാഗിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ മെയിൻ്റനൻസും എല്ലാം നമ്മൾ സാധാരണക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. പിന്നെ സ്റ്റൊമക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ സ്റ്റൊമക്ക് ഇല്ല. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനും ഒക്കെ എത്ര നാൾ മുന്നോട്ട് പോകും എന്ന് പോലും അറിയത്തില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പം വൈഫിനെ എന്നോട് പറഞ്ഞു, അനിയത്തി പറഞ്ഞു, നിനക്ക് കരയാനും പറയാനുള്ളതൊക്കെ പറഞ്ഞ് തീർക്കുക, അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നീ സ്റ്റേബിളായിട്ട് നിൽക്കുക. അപ്പോൾ ഞാനെന്നും വായിക്കുന്ന ഒരു വചനമാണ്, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. യെശയ്യാ 43:2. അതുപോലെ യെശയ്യാ 41:1-16 ഞാനെന്നും വായിക്കുന്ന തിരുവചനങ്ങളാണ്. വൈഫ് പറഞ്ഞ ജെറമിയായുടെ നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതിൻ്റെ നാശത്തിൻ്റെ പദ്ധതി എന്നുള്ള വചനമൊക്കെ വായിക്കുന്നതാണ്. അപ്പോൾ സ്റ്റൊമക് റിമൂവൽ സർജറി എന്നുള്ളത് വൈഫ് വരുന്നതിന് മുമ്പ് എനിക്കറിയാമായിരുന്നു. എന്തായാലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാൽ ഞങ്ങൾക്ക് ഇതെല്ലാം തരണം ചെയ്യാനുള്ള നേരിടാനുള്ള ശക്തി ലഭിച്ചു. അപ്പോൾ അങ്ങനെ ആശ്വസിച്ചെന്ന് ഞാൻ സ്റ്റൊമക് റിമൂവൽ ഓൾറെഡി നമുക്ക് അറിയാവുന്നത് കൊണ്ട്, അതിൻ്റെ കോംപ്ലിക്കേഷൻ എല്ലാം അറിയാവുന്നത് കൊണ്ട് ഇതിൻ്റെ റിപ്പോർട്ട് 4 ദിവസം കൊണ്ടേ വരത്തുള്ളൂ. പെറ്റ് സ്കാൻ റിപ്പോർട്ട് 4 ദിവസം കൊണ്ടേ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ഇതിൻ്റെ 2 റിപ്പോർട്ട് വേണം, 2 CD വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം എൻ്റെ ഉദ്ദേശം CD കൊണ്ട് നമ്മൾ RCC കൊണ്ട്
ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ഷെയർ ചെയ്ത് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ഷെയർ ചെയ്തപ്പോഴെല്ലാം എൻ്റെ ദൂതന്മാരെ നിനക്ക് മുമ്പേ അയക്കുമെന്ന് സങ്കീർത്തനം 91 പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ദൂതന്മാർ, ഒരുപാട് ആളുകൾ ദൈവദൂതന്മാരെ പോലെ ഞങ്ങളെ വഴി നയിച്ചുകൊണ്ട് വരുമായിരുന്നു. അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു, നീ ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എവിടെയെല്ലാം പോയി. ഞാൻ ഒരുപാട്, ഇവിടെ മാത്രമല്ല, കോട്ടയത്ത് മാത്രമല്ല, അമൃത അടക്കം എറണാകുളത്തൊക്കെയുള്ള വലിയ വലിയ ഹോസ്പിറ്റലെല്ലാം ഞാൻ അവിടെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്താ ചെയ്യേണ്ടത്. ഇപ്പോൾ അമേരിക്കയിലാണ് പെങ്ങൾ, വേണ്ടി വന്നാൽ അമേരിക്ക വരെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്ത് നമുക്ക് രക്ഷിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് മുന്നോട്ട് പോയത്. പക്ഷേ RCC ചെന്ന് ഈ റിപ്പോർട്ട് വരുന്നതിന് ഇപ്പുറം തന്നെ നമ്മുടെ പെറ്റ് സ്കാൻ്റെ CD കൊണ്ടുപോയി RCC 6-ാം തീയതി കൊണ്ട് കാണിച്ചപ്പോൾ അവർ ഡോക്ടർ പറഞ്ഞു രക്ഷിക്കാൻ പറ്റാവുന്ന സ്റ്റേജ് കഴിഞ്ഞു പോയി, സ്റ്റൊമക്ക് റിമൂവൽ എന്നുള്ളൊരു സംഭവത്തിലാണ് ഞാൻ മുന്നോട്ട് ചെല്ലുന്നത്. അപ്പോൾ എനിക്കറിയാം സ്റ്റൊമക്ക് റിമൂവൽ, അത് കഴിഞ്ഞ ശേഷമുള്ള ബാക്കിയുള്ള കാര്യം വൈഫിനൊന്നും അതിനെക്കുറിച്ചൊരു ധാരണയുമില്ല, അറിയിക്കാനും പറ്റത്തില്ല. അപ്പോൾ അവർ ഡോക്ടർ പറഞ്ഞത് സ്റ്റൊമക്ക് റിമൂവ് ചെയ്താൽ രക്ഷിക്കാൻ പറ്റുന്നൊരു സ്റ്റേജ് കഴിഞ്ഞു പോയി, ഇത് വളരെ റെയറസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാൻസറാണ്. അപ്പോൾ ഈ ക്യാൻസറിൽ നിന്ന് നമുക്ക് ആളെ രക്ഷിക്കാൻ പറ്റത്തില്ല, ക്യൂറബിൾ അല്ല. അപ്പോൾ നമുക്ക് മാക്സിമം 1 വർഷം എന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ വൈഫൊക്കെ ഈ അടുത്ത ദിവസങ്ങളിലാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വൈഫിനോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റേജ് 3 എന്ന് പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ സ്റ്റേജ് 4ലേക്ക് വന്നു. അങ്ങനെ ഞാൻ വൈഫിനോടൊന്നും ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ പോലും വൈഫിനും ബോധേഡാണ്. നെറ്റിലൊക്കെ നോക്കി ഇത് വളരെ ബുദ്ധിമുട്ടാണ്, ലാസ്റ്റ് സ്റ്റേജ് ആയല്ലോ, കൈവിട്ട് പോയല്ലോ എന്നൊക്കെ തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ RCCയിൽ തന്നെ ചെയ്യാനായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തീരുമാനിച്ചു. RCCയിൽ കീമോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ വൈഫിനോട് പറഞ്ഞിരുന്നു, ആ സമയത്ത് തന്നെ വിളിച്ച് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോകുന്നില്ല, പക്ഷേ ബയോപ്സിക്ക് വിട്ടപ്പോൾ, അപ്പം പുള്ളിക്കാരി ബയോപ്സി വിട്ടപ്പോൾ പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, നമുക്ക് വന്നിട്ട് ഒരുമിച്ച് പോകാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴും എനിക്ക് അത്ര സീരിയസ് ഇല്ലായിരുന്നു ഈ ഉടമ്പടി എടുക്കേണ്ട. അപ്പോഴും എനിക്ക് ആ ഉടമ്പടിയെക്കുറിച്ച് എനിക്ക് ഉടമ്പടി എടുക്കാനുള്ളൊരു ഇതിലായിരുന്നില്ല ഞാൻ. അങ്ങനെ ഇത് റിസൾട്ട് വന്ന് പോസിറ്റീവാണ്, ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്തു. 30-ാം തീയതി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ്, സ്റ്റൊമക്ക് റിമൂവലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ തീരുമാനിച്ചു. അപ്പോൾ പിന്നെ സമയമില്ല, ഓടിപ്പോയി ഓരോ കാര്യങ്ങൾ ചെയ്ത് RCC ചെന്നു. ട്രീറ്റ്മെൻറ്റ് 12 കീമോയുടെ സൈക്കിൾ പറഞ്ഞു. അപ്പോൾ കീമോ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടാണ് 17-ാം തീയതി ഉടമ്പടി, മാർച്ച് മാസം 17-ാം തീയതി 2024 ഞങ്ങൾ ഉടമ്പടി എടുത്ത ശേഷമാണ് കീമോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കീമോ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് സാധാരണ കീമോ അല്ല, നമ്മൾ ഡോക്ടർ പറഞ്ഞിരുന്നു ഇത് പ്രിവെൻറ്റീവ് മെഡിസിനാണ്. അപ്പോൾ വളരെ ശക്തമായ ഡോസ് കൂടിയ മെഡിസിനാണ്. അപ്പോൾ കയ്യിൽ തൊട്ട് കഴിഞ്ഞാൽ പോലും പുള്ളിക്കാരത്തേക്ക് വേദന എടുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇവിടുന്ന് കീമോയ്ക്ക് മുമ്പായിട്ട് ഇവിടെ വന്ന് നമ്മൾ ഉടമ്പടി എടുത്ത് പോയ സമയത്ത്, ആ സമയത്തൊക്കെ ഒരു ദിവസം ഒരു കരിക്കൻ്റെ വെള്ളം പോലും ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഇവിടെ ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ച് പോയി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ചെന്ന് പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഡ്രിപ്പിട്ടാണ് പുള്ളിക്കാരത്തി സ്റ്റേബിളായത്. എന്നിട്ടാണ് ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഈ ഉടമ്പടി തൈലവും ഉടമ്പടി ഉള്ള പ്രാർത്ഥനകളെല്ലാം 5:30 എഴുന്നേറ്റുള്ള പ്രാർത്ഥന, വൈകുന്നേരത്തെ പ്രാർത്ഥന പുള്ളിക്കാരത്തി ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്തത്. ഉപവാസം എടുക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ തന്നെയാണ് ഉപവാസം എടുത്തിരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യും, പത്രം കൊടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ. പിന്നെ എനിക്ക് ബലം കുറഞ്ഞു പോകുന്ന സന്ദർഭമെല്ലാം അവൾ കൂടുതൽ എന്താ പറയുക, പ്രാർത്ഥനയുടെയും ഈ ഒരു കൃപാസന ഉടമ്പടിയുടെ ഫലമായിട്ട് അവൾ കൂടുതൽ ധൈര്യവതിയാവുകയും എന്നെ കൂടെ ധൈര്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഉടമ്പടി അതിനുശേഷം രണ്ടാമത് പുതുക്കി അതിനുശേഷം ഞാൻ പറഞ്ഞു പുതുക്കി അത് കഴിഞ്ഞ് നെഗറ്റീവ് നമ്മുടെ ഇത് സ്റ്റേജ് 4 ആയതുകൊണ്ട് നെഗറ്റീവ് നമുക്കിത് പൂർണ്ണമായിട്ട് നമുക്ക് ഇവരെ സൗഖ്യപ്പെടുത്തതായിട്ട് ഇവർ പറയത്തില്ല. അപ്പോൾ നമുക്ക് സ്കാൻ ചെയ്ത് നെഗറ്റീവ് റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് സൈക്കിൾ പൂർത്തിയാകാം എന്ന് പറഞ്ഞ് അവസാനം 2 പ്രാവശ്യം ഞങ്ങൾ പുതുക്കിയ സമയത്ത് ഞാൻ പറഞ്ഞു സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞപ്പോൾ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, സാക്ഷ്യം പറയാനായിട്ടില്ല എന്നവൾ പറയുമായിരുന്നു. അവസാനം ഈ ലാസ്റ്റ് പ്രാവശ്യം ഞങ്ങൾ വന്ന് ഉടമ്പടി പുതുക്കി, 2ാമത്തെ പ്രാവശ്യം പുതുക്കിയ ശേഷം സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോൾ നമ്മളെ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 18-ാം തീയതി ഞങ്ങൾ പെറ്റ് സ്കാൻ CT സ്കാൻ റിസൾട്ട് ഞങ്ങൾക്ക് നെഗറ്റീവായി വരികയും അസുഖം സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് മരുന്ന് മാത്രം കഴിക്കുന്ന അവസ്ഥയിൽ ഡോക്ടർ ഫിറ്റ്നസ് തരികയും ചെയ്തു. ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ, അതായത് അങ്ങേയറ്റം പോയാൽ 1 വർഷം മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞ എൻ്റെ വൈഫാണ് പരിശുദ്ധ കൃപാസന അമ്മയുടെ ഉടമ്പടിയുടെയും ഇവിടുത്തെ വിശുദ്ധ തൈലത്തിൻ്റെയും അതുപോലെ തന്നെ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ ഈ കീമോ എടുക്കുന്ന സമയത്ത് ഇവളുടെ വായ പൊട്ടുക, കാല് പൊട്ടുക, വായിക്കകത്ത് പല്ല് പോലും തേക്കാൻ പറ്റത്തില്ല. പല്ല് തേക്കാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷൊക്കെ ഉപയോഗിച്ച് വേണം. അപ്പോൾ അതിനകത്ത് ഒരു മെഡിസിൻ്റെ കൂട്ടത്തിൽ ഉപ്പിട്ട് വെള്ളം കവിൾ കൊള്ളണമായിരുന്നു. അപ്പോൾ നമ്മൾ കൃപാസനത്തിൻ്റെ ഉപ്പാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിരുന്നത്. അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിനകത്ത് കഞ്ഞി മാത്രമേ ഉള്ളൂ. കഞ്ഞി എന്ന് പറഞ്ഞാൽ വളരെ ഇതായിട്ട് അടിച്ച്
വളരെ ലൂസായിട്ട് നല്ലോണം കോരി കുടിക്കാൻ പാകത്തിന് വിഴുങ്ങാൻ പാകത്തിനുള്ള കഞ്ഞി, അതിനകത്ത് ഉപ്പ് മാത്രം ഇട്ടാണ് ആദ്യകാല കീമോ എല്ലാം കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ഇവിടുത്തെ കൃപാസനത്തിലെ ഉടമ്പടി തൈലങ്ങളിലെ കൃത്യമായ വിനിയോഗത്തിലൂടെയും ഉടമ്പടി പ്രാർത്ഥനയുടെ കൃത്യമായ ഉപയോഗത്തിലൂടെയും ഞങ്ങൾ ഒന്ന ഒരു കാര്യം, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുകയാണ്. കാരണം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു വർഷം അങ്ങേയറ്റം ഒരു വർഷത്തിൽ കൂടാതെ നിങ്ങൾ ഇതിൻ്റെ അസുഖത്തിൻ്റെ പേര് സെർച്ച് ചെയ്യുമ്പോൾ അറിയാം, ഈ 20 ലക്ഷത്തിൽ പരം ആളുകളിൽ ഒരാൾക്ക് മാത്രം വരുന്ന അസുഖം ക്യൂറിങ് റേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റിൽ തന്നെ എന്നോട് എൻ്റെ പെങ്ങൾ പറഞ്ഞ മിറക്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, ആ മിറക്കിൾ ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ നിങ്ങളെല്ലാം കാണുക, പരിശുദ്ധ അമ്മ കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ആ മിറക്കിളിൽ സാധ്യമായിരിക്കുന്നു. ഡോക്ടർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരുമെന്ന് യാതൊരു പ്രതീക്ഷയിലുമല്ല പോയത്. ഞങ്ങൾ, അതായത് ഇവള് പാരാമിലിറ്ററി കോഴ്സ് ഓഫീസറാണ്, അവിടെ ട്രെയിനറാണ്. 1000 പേരുടെ ഒരു ബാച്ച് വരുമ്പോൾ ആ ബാച്ചിന് ട്രെയിനിങ് കൊടുക്കേണ്ട ആളാണ്. അപ്പോൾ അവിടെ പോയി ജോലിക്ക് റീജോയിൻ ചെയ്യണമെങ്കിൽ ഈ സ്റ്റേജ് 4 ക്യാൻസറിലുള്ള ആൾക്ക് ഫിറ്റ്നസ് കിട്ടുക എന്ന് പറഞ്ഞത് അസാധ്യമായ കാര്യമാണ്. ഇപ്പോഴും ഞങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ആളുകൾക്കും ഇത്ര വഷളായിട്ടുള്ള സ്റ്റേജിലാണ് ഞങ്ങളുടെ ക്യാൻസർ എന്നുള്ളത് പോലും ആർക്കും അറിയത്തില്ല. ക്യാൻസർ ആണെന്നറിയാം, ആദ്യമൊക്കെ വയറ്റിൽ ആൾസറാണെന്ന് പറഞ്ഞൊക്കെയാണ് ഞങ്ങൾ സ്റ്റേജ്. പിന്നെ ഒരുപാട് പേരെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഒരുപാട് ഇതിനൊക്കെ എനിക്ക് തോന്നുന്നത്, എനിക്കും എൻ്റെ പെങ്ങൾക്കും എൻ്റെ അനിയനും എല്ലാം കൂടി മറ്റുള്ള ആളുകൾ കൂടി ഞങ്ങളെ ജഡ്ജ് ചെയ്യാനായിട്ട് ഘടകമായിട്ടുള്ള മറ്റൊരു കാരണം കൂടെ ഉണ്ട്. എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടിയിലാണ്. ഓൾറെഡി എൻ്റെ അമ്മ നേരത്തെ മുതൽ ഉടമ്പടിയിലാണ്, 5-6 മറ്റും പുതുക്കിയിരിക്കുകയാണ്. അപ്പം അമ്മ ഇത് കേട്ടപ്പോൾ തന്നെ ചോദിച്ചു, നമ്മൾ ഇത്ര ഉടമ്പടിയിൽ ഇരിക്കുന്നിടത്ത് എന്തുമാത്രം പ്രാർത്ഥിക്കുന്നിടത്ത് ഇങ്ങനെ പറ്റും എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് വളരെ ഷോക്കായിപ്പോയി. പക്ഷേ എനിക്ക് മനസ്സിലായി, രോഗത്തിൻ്റെ തീവ്രതയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ആർക്കും അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു പക്ഷേ മനസ്സിലാകുകയില്ല. 2 കുഞ്ഞു കുട്ടികൾ മാത്രമായിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ ഇതിൻ്റെ വേദന അവൾ തന്നെ ഈ ക്യാൻസർ സ്റ്റേജ് എറിയുന്ന അവസ്ഥയിൽ നിന്ന് ആസാമിൽ നിന്ന് തന്നെ ഫ്ലൈറ്റിൽ 2 കുഞ്ഞുങ്ങളായിട്ട് കൂടുതൽ വേലക്കാരിയുടെ ആ സമയത്ത് ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ആ വേലക്കാരിയുടെ കൂട്ടി, ആ വേലക്കാരി 2ാമതാണ് ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവള് ഭയങ്കരമായിട്ട് രോഗത്തിൻ്റെ തീവ്രതയാൽ ഭയങ്കരമായ വേദന എടുത്ത് വളരെ പൊളയുന്നൊരു അവസ്ഥയുണ്ടായി. വേദന കൊണ്ട് നിലത്തിരുന്ന് കരയുന്നൊരവസ്ഥയിൽ എന്നോട് പറയുന്നുണ്ട്, എന്നെ കൊന്നു കളഞ്ഞേക്കപ്പ എന്ന് പറഞ്ഞ ഒരവസ്ഥയിലൂടെ എല്ലാം ഞങ്ങൾ കടന്നുപോയതാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ആത്മഹത്യ ചെയ്തതാണ് എന്ന് പോലും ചിന്തിച്ച അവസ്ഥയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും ഇതിനെക്കുറിച്ചുള്ള പദ്ധതി നാശത്തിൻ്റെ പദ്ധതിയല്ല എന്ന് പറഞ്ഞതുപോലെ ആ മമ്മിയും ഉടമ്പടിയിലായിരിക്കുന്ന ആദ്യം മുതൽ ഉടമ്പടിയുടെ സംരക്ഷണം, അതുപോലെ ജപമാലയും പ്രേക്ഷിത പ്രവർത്തനത്തെ ഈ ഇത്തരത്തിലുള്ള ബൈബിൾ വായനയിലേക്ക് ഒരു വലിയ ശക്തിയിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുകയും ശരിയായ ചികിത്സ നേടിയെടുക്കാനും ശരിയായ ചികിത്സയിലൂടെയും ശരിയായ പ്രാർത്ഥനയിലൂടെയും സർവോപരി പരിശുദ്ധ അമ്മയുടെ കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയിലൂടെയും ഇപ്പോൾ ഫിറ്റ്നസ് നേടി ജോലിയിൽ തിരികെ പ്രവേശിച്ച് വീണ്ടും 6 മാസത്തെ അവധിയിൽ ഞങ്ങൾ തിരിച്ച് വന്നിരിക്കുകയാണ്. പിന്നെ അതിനകത്തൊരു പ്രത്യേകമായിട്ടൊരു കാര്യം, ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇവൾക്കുള്ള ഭക്ഷണം പോലെ ഞാൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അവളുടെ അമ്മയും 2 അവളുടെ അമ്മയും അച്ഛനും 2 കുട്ടികളെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ പാലയിലാക്കിയിട്ട് ഞങ്ങൾ 5 മാസം തിരുവനന്തപുരം ആർച്ചിസിൻ്റെ ഗേറ്റിൻ്റെ വാതിക്കൽ ഒരു വീട് വാടകയ്ക്ക് എടുത്ത്, കാരണം കീമോ എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പിന്നെ മറ്റുള്ളവരുമായിട്ട് സമ്പർക്കത്തിൽപ്പെടാൻ പറ്റും. ഡോക്ടർ പറഞ്ഞ ഒറ്റേ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ എവിടെയെങ്കിലും റൂം എടുത്തിരിക്കുക, ഭക്ഷണം സ്വന്തമായിട്ട് തയ്യാറാക്കി കഴിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൾക്കുള്ള ഭക്ഷണം വരെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ പോലെ കഞ്ഞിയൊക്കെ 15-16 വിസിലൊക്കെ അടിച്ച് കോരി കൊടുത്തിട്ട് അവസ്ഥയിൽ ഞങ്ങൾ RCCയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞായറാഴ്ച RCCയിൽ അപ്പോൾ നമുക്ക് കാരുണ്യപ്രവർത്തികൾ ഉടമ്പടി ഭാഗമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു കാരുണ്യപ്രവർത്തി ഞങ്ങൾ പോകാൻ പറ്റുന്നില്ല. വിശുദ്ധ കുർബാനയിൽ ആദ്യത്തെ 3 മാസത്തോളം ഞങ്ങൾക്ക് പുറത്ത് ബന്ധമില്ല, ആശുപത്രി വരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ അവൾ എന്നോട് പറഞ്ഞു, കാരുണ്യപ്രവർത്തികൾ ചെയ്യണം, നമുക്ക് കടമയുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞായറാഴ്ച ഞങ്ങൾ മനസ്സിലാക്കിയത് ഞായറാഴ്ച RCCയിൽ ക്യാൻറ്റീന് അവധിയാണ്. അപ്പോൾ അവിടെ ഈ ഞങ്ങൾ RCC ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോകുമ്പോൾ കീമോ എടുക്കാൻ ഞങ്ങൾ ശനിയാഴ്ചയാണ് തീരുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ശനിയാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച വരെ ഞങ്ങൾ ഈ കീമോയിലായതുകൊണ്ട് തിങ്കളാഴ്ച നമ്മൾ ഞായറാഴ്ച പോയി ട്രിപ്പ് വരണം, അല്ലെങ്കിൽ തിങ്കളാഴ്ചയാണ് ഊരുന്നത്. അപ്പോൾ ഈ ഞായറാഴ്ച ഇവർ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവൾ തന്നെ എന്നോട് പറഞ്ഞു, നമുക്ക് ഉടമ്പടി ഭാഗത്തുള്ള കാരുണ്യപ്രവർത്തിയായിട്ട് നമുക്ക് ചോറുണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എനിക്കത് ഭയങ്കര എങ്ങനെ ഇത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം അവൾക്കുള്ള ഭക്ഷണം ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് എങ്ങനെ കൊടുക്കുന്നുള്ള അവസ്ഥയിൽ അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് എന്തായാലും ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവൾക്ക് അമ്മയുടെ ആ ഒരു വലിയൊരു അനുഗ്രഹം കിട്ടിയതുകൊണ്ടായിരിക്കും ഞാനവിടെ കൂടാം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 2 പേര് കൂടെ കൂടുതൽ ഞാനെല്ലാം അരിഞ്ഞു കൊടുക്കും, അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അവസാനം ഈ മസാലയൊക്കെ ചേർക്കും, നമ്മുടെ കടുക് പൊട്ടിക്കുക, ഞാൻ തന്നെ വേണം പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കി ആ ഉടമ്പടി നമ്മൾ കീമോ തുടങ്ങി ആദ്യത്തെ 2 മാസം കഴിഞ്ഞ് 3-ാം മാസം മുതൽ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റി. അങ്ങനെ മറ്റുള്ളവരിൽ ഈ ചെരുവിലൂർ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞതുപോലെ അവിടെ RCCയിൽ ഇങ്ങനെയുള്ള പാവപ്പെട്ട രോഗികളിലേക്ക്
എനിക്ക് ഈ ഭക്ഷണം നമ്മൾ സ്വന്തം, ഞാൻ ആദ്യം പറഞ്ഞാണ് ഭക്ഷണം നമുക്ക് കടയിൽ മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ സമ്മതിച്ചില്ല. അങ്ങനെ ഇത് സ്വന്തമായിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കുവാനായിട്ടും അതിനുശേഷം ഇപ്പോഴും ഞങ്ങൾ എന്താ പറയുക, നമുക്ക് ഇവിടെ നാട്ടിൽ തിരിച്ചു വന്ന ശേഷം 5 മാസം കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ ഫിറ്റ്നസ് എല്ലാം ആയി കഴിഞ്ഞപ്പോൾ വീടൊക്കെ വിട്ടു. പിന്നെ കീമോയ്ക്ക് കൊണ്ടിട്ട് ഞങ്ങൾ പോയി വരുന്ന അവസ്ഥയായി. പിന്നെ കീമോ തീർന്നിപ്പോൾ ഞങ്ങൾ മെഡിസിനിലേക്ക് മാറി. ഇപ്പോൾ മാസത്തിൽ ഒരിക്കൽ 3 ആഴ്ച കൂടുമ്പോൾ നമ്മൾ റിവ്യൂ ചെയ്ത മരുന്നുകൾ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ നാട്ടിൽ തിരിച്ചു വന്ന ശേഷം നമ്മുടെ അടുത്ത് ഒരു പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള, മാനസിക രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട്. അവിടെ ബുധനാഴ്ച ദിവസങ്ങളിൽ അവിടെ RCC ഞായറാഴ്ച കൊടുത്തിരുന്ന പൊതിച്ചോറ് ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി 10-12 ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ളത് നമ്മളെക്കുറിച്ച് നമുക്ക് നാശത്തിനുള്ള ക്ഷേമത്തിൻ്റെ പദ്ധതിയാണ്. എത്ര വലിയ താഴ്ചയിൽ വീണ് പോയാലും രക്ഷിക്കാൻ പറ്റാതെ പോലും അവൻ്റെ കരം മുറുകി പോയിട്ടായില്ലെന്നും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. എനിക്ക് ഇതിലൂടെ ഒരു വലിയ ഇത് ലഭിച്ചത്, ഒരിക്കലും നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് ഒരിക്കലും പോകാതിരിക്കില്ല. ഞാൻ എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോയി പങ്കെടുത്തിരുന്നു. എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ ദൈവത്തിനോട് ഇതാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്: ദൈവമേ, എന്നെ അങ്ങ് ഔഷധമോ ഒന്നുമല്ല സൗഖ്യപ്പെടുത്തുന്നത്, അങ്ങാണ് സുഖപ്പെടുത്തുന്നത്, അങ്ങയുടെ ശരീരവും രക്തവുമാണ് എന്നെ സുഖപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്നും വിശുദ്ധ കുർബാനയ്ക്ക് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് പറ്റുന്നിടത്തോളം ഇപ്പം ഞാൻ മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നു. കീമോ കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ വിശുദ്ധ കുർബാന ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. പറ്റുന്നിടത്തോളം നമുക്ക് വിശുദ്ധ കുർബാന നമ്മൾ പങ്കുകൊള്ളണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണം, ജപമാല ചെല്ലണം. ഇതൊക്കെയാണ് എനിക്ക് പറയുവാനുള്ളത്. എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 എനിക്കൊരു പുതിയ ഒരു ജീവിതം നൽകിയതിന്, മരിച്ചു പോകുമെന്ന് പറഞ്ഞെടുത്ത് നിന്ന് എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പുതിയൊരു ജീവിതം തന്നതിന് ഞാൻ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരി പേര് ഉണ്ട്, ഒത്തിരി ആൾക്കാർ എനിക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ RCCയിലെ ഡോക്ടേഴ്സ്, നഴ്സസ്, അവരൊക്കെ നമ്മൾ പറയും മാലാഖമാരാണ് നേഴ്സുമാർ. അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ശരിക്കും മാലാഖമാർ തന്നെയാണ് നേഴ്സുമാരെന്ന് നമുക്ക് അവിടുത്തെ നേഴ്സുമാരെക്കുറിച്ചും പറയാൻ സാധിക്കും. ഡോക്ടർ അനൂപായിരുന്നു എന്നെ ട്രീറ്റ് ചെയ്ത്. ഡോക്ടറിനും ഒരുപാട് നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. ജെറമിയ 30:12-17 തിരുവചനങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു: സുഖപ്പെടുത്തുവാനാവാത്ത വിധം നിനക്ക് ക്ഷതമേറ്റിരിക്കുന്നു, നിൻ്റെ മുറിവ് ഗുരുതരമാണ്. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ജോമാസ്തുരിൽ എന്ന ഈ മകളുടെ വളരെ അപൂർവമായ ക്യാൻസർ രോഗത്തിന് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും വിശ്വസ്തതയിൽ ജീവിക്കുകയും ചെയ്തതിലൂടെ ലഭിച്ച വലിയ രോഗസൗഖ്യത്തെയാണ് ഈ അൾത്താരയിൽ ഈ മകളും ജീവിത പങ്കാളിയും ചേർന്ന് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകളും ജീവിത പങ്കാളിയും സൂചിപ്പിക്കുന്നുണ്ട്, 20 ലക്ഷം പേരിൽ ഒരാൾക്ക് വരുന്ന ക്യാൻസർ, അത് നിമിഷ നേരം കൊണ്ട് വളരെയധികം സ്പ്രെഡ് ചെയ്യുന്ന ക്യാൻസർ, ആഴ്ചകൾക്കുള്ളിൽ സ്റ്റേജുകൾ മാറി അവസാന സ്റ്റേജ് എത്തുന്നത്, തുടങ്ങിയാൽ ഏതാണ്ട് 1 വർഷത്തിനുള്ളിൽ മരണം വന്നെത്തുന്ന ക്യാൻസർ, ഇൻക്യൂറബിൾ, ചികിത്സയില്ല, സൗഖ്യപ്പെടലില്ല എന്ന് ഡോക്ടർമാർ ഇന്ത്യക്കകത്തും പുറത്തുമുള്ളവർ ഇവരോട് തന്നെ ആവർത്തിച്ച് സൂചിപ്പിച്ച ക്യാൻസർ രോഗത്തിൻ്റെ സൗഖ്യപ്പെട്ട സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഈ ദമ്പതികൾ പങ്കുവയ്ക്കുന്നത്. ഇവർ കടന്നുപോയ വലിയ ക്ലേശങ്ങളുടെ, രോഗപീഠകളുടെ ആ യാതനകൾക്കൊപ്പം അവർക്ക് ലഭിച്ച വലിയ ആത്മധൈര്യത്തിൻ്റെ, കൃപാസന മാതാവിലുള്ള വലിയ വിശ്വാസത്തിൻ്റെ, അമ്മയിലൂടെ ഈശോ സൗഖ്യപ്പെടുത്തുമെന്ന വലിയ ബോധ്യത്തിൻ്റെ സാക്ഷ്യമാണ് ഈ മക്കളിവിടെ പങ്കുവയ്ക്കുന്നത്. അവർ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ 2-3 വചനങ്ങൾ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ജെറമിയ 29:11, അതുപോലെ യെശയ്യാ 43:2. അത് അഗ്നി എന്നെ കത്തിച്ച് കളയില്ല, ജലം എന്നെ മുക്കിക്കളയില്ല. ഞാനത് ഏത് വലിയ ക്ലേശത്തിൻ്റെ നാളുകളിലൂടെ കടന്നു പോകുമ്പോഴും എന്നെക്കുറിച്ചൊരു പദ്ധതിയുള്ള തമ്പുരാൻ അത് ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമുള്ളതാക്കി മാറ്റുമെന്ന ബോധ്യത്തോടു കൂടി വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ മക്കൾക്ക് സാധിച്ചുവെന്നത് വലിയ കൃപയായി, കരുണയായി നമുക്ക് കാണുവാനാവും. അതുപോലെ യെശയ്യാ 41:1-16 വരെ എന്നും വായിച്ചിരുന്നുവെന്നും സൂചിപ്പിക്കുന്നുണ്ട്.
ആവർത്തിച്ച് നാം അവിടെ കാണുന്നുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്, എൻ്റെ വലതുകരം നിനക്ക് വിജയം നൽകും. ആ വാക്യങ്ങളൊക്കെയും വചനം വായിക്കും തോറും ഉടമ്പടിയിൽ കൂടുതൽ വിശ്വസ്തതയിൽ ജീവിക്കുവാനും, ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ, ഉടമ്പടി ഉപ്പാണെങ്കിലും ഉടമ്പടി തൈലമാണെങ്കിലും പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുന്ന ഔഷധങ്ങളായി ശരീരത്തിലും ഭക്ഷണത്തിലും ഉപയോഗിക്കുവാൻ ഈ മക്കൾ നിരന്തരം ശ്രദ്ധിച്ചിരുന്നത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. വൈദ്യശാസ്ത്രത്തിനേറെ പരിമിതിയുള്ളത് മുടന്തുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴും ദൈവം തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും സൗഖ്യവും സംരക്ഷണവും ആരോഗ്യവും നൽകി പുതിയ ജീവിതം, പുതിയ പ്രഭാതം ഉറപ്പിക്കുമെന്ന് ഈ മക്കളുടെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഈ മക്കൾ ഈ അൾത്താരയിൽ നിന്ന് നിൽക്കുമ്പോൾ അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ശൈത്യപൂശി ബലപ്പെടുത്തി നൽകിയ ആശീർവാദത്തിലൂടെ, അതോടൊപ്പം ഉടമ്പടി തീവ്രമായ ക്ലേശനാളുകളിലും പുതുക്കിക്കൊണ്ട് പരിശുദ്ധമയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഈ മക്കൾക്ക് ലഭിച്ച നല്ല പ്രചോദനത്തിലൂടെ, ഉടമ്പടിയുടെ പ്രാർത്ഥനകളും വചനവായനയും ജപമാലയും എന്നും ദിവ്യബലിക്ക് പോകുവാൻ രോഗത്തിൻ്റെ തീവ്രമായ നിമിഷങ്ങളിലും മുടങ്ങാതെ ബലിയർപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും എന്നെ സൗഖ്യപ്പെടുത്തുന്ന ഔഷധമെന്ന് ലോകത്തോട് പറയുന്ന സാക്ഷ്യമാണ് നാം ഇവിടെ കേൾക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ സൗഖ്യാനുഭവത്തിന് കരങ്ങളടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം.